നമസ്കാരം. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളിൽ ഒന്നാണ് അടുക്കള. സനാതന ധർമ്മത്തിൽ അടുക്കളയ്ക്ക് വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. കാരണം അടുക്കളയിൽ ദേവത സാന്നിധ്യം കുടികൊള്ളുന്നതാണ്. അതിനാൽ എപ്പോഴും ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതായ ഇടം കൂടിയാണ് അടുക്കള. അടുക്കളയ്ക്ക് അതിനാൽ പ്രാധാന്യം നിങ്ങൾ ഏവരും നൽകുക. എന്നാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ അതിരാവിലെ പ്രവേശിക്കുന്നത് പോലെ തന്നെ അടുക്കളയുമായി ബന്ധപ്പെട്ട് രാത്രിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് അഥവാ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അടുക്കളയിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്നതായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടൂ. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഏവരും വന്ദിക്കുക. മഹാലക്ഷ്മി വസിക്കുന്ന ഇടമായതിനാൽ തന്നെ സമ്പത്ത്, ആരോഗ്യം എന്നിവ നിർണയിക്കപ്പെടുന്നതായ ഒരു ഇടം കൂടിയാണ് അടുക്കള. അതിനാൽ അടുക്കളയിൽ നാം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി കോപത്തിനും സമ്പത്ത് നഷ്ടമാകുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കോ കാരണമായി തീരുന്നതുമാണ്. അതിനാൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നാം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, പ്രീതി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. അടുപ്പിന് മുകളിൽ ഒരു കാര്യവും വയ്ക്കുവാൻ പാടില്ല എന്ന കാര്യമാണ് ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങൾ പലരും അടുപ്പിന് മുകളിൽ അല്ലെങ്കിൽ സ്റ്റൗവിന് മുകളിൽ, ഗ്യാസ് അടുപ്പിന് മുകളിൽ വയ്ക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ വച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിൽ വച്ച് അടുക്കള അടയ്ക്കുന്നത് ശുഭകരമല്ല. വൃത്തിയായി തന്നെ അടുപ്പ് തുടച്ച് വയ്ക്കണം എന്നാണ് പറയുക. വേസ്റ്റ് കാര്യങ്ങൾ പാടുള്ളതല്ല. അതിനാൽ തന്നെ ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. മലിനജലം ഒരിക്കലും അടുക്കളയിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. മലിനജലം വച്ചുകൊണ്ട് അടുക്കള അടയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. വേസ്റ്റ് ഉണ്ട് എങ്കിൽ അത് ഒരിക്കലും അടുക്കളയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് മഹാലക്ഷ്മി കോപത്തിനും അന്നപൂർണേശ്വരി ദേവിയുടെ കോപത്തിനും അത് കാരണമായി തീരും. അതിനാൽ തീർച്ചയായും അടുക്കളയിൽ നിന്നും അത് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അടുക്കളയിൽ പലപ്പോഴും രാത്രി എച്ചിൽ പാത്രങ്ങൾ വച്ച് ഉറങ്ങാൻ പോകുന്നവരുണ്ട്. അതിരാവിലെ കഴുകാം എന്ന രീതിയിൽ പോകുന്നവരാണ് ചിലർ. എന്നാൽ നിങ്ങൾ ഒരിക്കലും അപ്രകാരം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അത് മഹാലക്ഷ്മി ദേവിയുടെ കോപം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന്, ആ വീടുകളിൽ അത് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ ഒരിക്കലും എച്ചിൽ പാത്രം നിങ്ങൾ അടുക്കളയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. അത് അപ്പോൾ തന്നെ കഴുകി വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പ്, മഞ്ഞൾ, കടുക്, അരി എന്നീ വസ്തുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ ഇവ ഇട്ടുവച്ച പാത്രങ്ങൾ വൃത്തിയായി തന്നെ വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. ഒരു ഗ്ലാസ്സിൽ ശുദ്ധമായ ജലം, അല്പം ചോറ് ഇവ വൃത്തിയായി അടച്ച് അടുക്കളയുടെ കിഴക്ക് വശത്ത് വയ്ക്കണം. അത് പിതൃ സങ്കല്പമായി വയ്ക്കുന്നതായ കാര്യമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് പിതൃപ്രീതി, കുടുംബദേവതാ പ്രീതി വന്നു ചേരും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുടുംബദേവതാ പ്രീതിയും സാക്ഷാൽ പിതൃപ്രീതിയും ആ വ്യക്തികൾക്ക് വന്നു ചേരും. ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. സന്താനങ്ങൾക്കും അത് ശുഭകരമായ ഫലങ്ങൾ നൽകും. സന്താനങ്ങൾക്ക് ഉയർച്ച പോലും കടന്നു വരാം. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഈ ആഹാരം, ഈ ജലം മൃഗങ്ങൾക്കും പക്ഷികൾക്കും നൽകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആദ്യമേ ഒഴിവാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.
അടുക്കള വാതിലിൽ പൊടി മാറാല ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതും ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. കാരണം മാറാല അലക്ഷ്മി അഥവാ മൂദേവി സാന്നിധ്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ മഹാലക്ഷ്മി സാന്നിധ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അടുക്കള രാത്രി അടയ്ക്കുന്നതിന് മുൻപ് ഒരു ചിരട്ടയിൽ മറ്റും അല്പം കർപ്പൂരം എടുക്കുക. ചിരട്ട തന്നെ ആകണം എന്നില്ല, നിങ്ങൾക്ക് തളികയിൽ എടുക്കാം. എന്നാൽ ഏറ്റവും ഉത്തമം ചിരട്ടയിൽ എടുക്കുന്നതാണ്. ഒരു ചിരട്ടയിൽ അല്പം കർപ്പൂരം നിങ്ങൾ എടുക്കുക. കൂടാതെ ഉണങ്ങിയ ഒരു വഴനയില എടുക്കാവുന്നതാണ്. ഈ കർപ്പൂരം കയ്യിൽ വെച്ച് സകല ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണം എന്ന് ആദ്യമേ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരമാകണം, അല്ലെങ്കിൽ പ്രയാസങ്ങൾക്ക് പരിഹാരമാകണം എന്ന് ചിന്തിക്കുക അഥവാ പ്രാർത്ഥിക്കുക. ശേഷം ഈ വഴനയില കർപ്പൂരത്തിൽ അഗ്നി പകർന്ന് കത്തിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീട്ടിൽ മനസമാധാനം നിറയും. ഭാഗ്യം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. സന്തോഷം, സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു നിറയാം. ആരോഗ്യപരമായ ദുരിതങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയും. ഒരു കാര്യത്തിനും മുട്ടുണ്ടാവില്ല എന്നാണ് പറയുക. കൈകളിലേക്ക് പണം വന്ന് ചേരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ തീർച്ചയായും ഉണ്ടാകുന്നതുമാണ്. നിങ്ങൾ മാസത്തിൽ 2 തവണയെങ്കിലും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ കാര്യം നിത്യവും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഏവർക്കും നിത്യവും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. നിത്യവും ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഇപ്രകാരം ചെയ്യാം. വെള്ളിയാഴ്ച സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതും കൂടുതൽ ശുഭകരമായി ഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്രകാരം കത്തിച്ചതിന് ശേഷം ഒരിക്കലും ആ ചിരട്ട വീടിന്റെ ഉള്ളിൽ തന്നെ വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് തീർച്ചയായും വീടിന്റെ പുറത്ത് ഉപേക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും.